ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും കൂട്ടായിരിക്കാം. അപ്പം അങ്ങനെ കണ്ണൂരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇതൊരു കുട്ടി ഈവനിങ് വ്ളോഗാണ്. കൃതു നഴ്സറി പോയിരിക്കുകയാണ്. കൃതു ഇതുവരെ വന്നില്ല. അപ്പോൾ അവൾ വരണതിന് മുമ്പേ ഞാൻ കുളിച്ച് റെഡിയായിട്ടൊക്കെ നിൽക്കുകയാണ്. ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ച് വൈകുന്നേരം ഞാൻ ഇതുവരെ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ഒരു വീഡിയോ 100 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയപ്പം ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതുവരെ അങ്ങനെ ലോങ് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. അധികം നീട്ടിയൊന്നും ഇടല്ല, ചെറിയ ടൈമിൽ ഞാൻ ഒതുക്കാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായി തീരുന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം. അപ്പോൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് കൂടെ അടിക്കണേ. ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നോ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നോ നിങ്ങൾക്ക് തോന്നണം. അപ്പോൾ കൃതു വരും മുമ്പേ ഞാൻ നേരത്തെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെഡൊക്കെ വിരിച്ച് സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴത്തെ കൃതു എന്നെ പേടിപ്പിക്കാൻ കണക്കിന് വരെയാണ്. ഇതുപോലെ എന്നെ ഞാൻ അവൾ വന്നിരുന്നാലും ഞാൻ മൈൻഡ് ചെയ്യാതിരിക്കും. കാരണം അവൾ വന്നിട്ട് പറയൂടെ ടോ എന്നൊക്കെ ഇട്ടതിന് ശേഷമാണ് കൃതു നീ വന്ന എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് അതിലൊരു വലിയ സന്തോഷം പോലെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും മിണ്ടാതെ ഇരിക്കും. അതേപോലെ ഇന്ന് അവൾ വന്നപ്പോഴേ എനിക്ക് ചെറുതായിട്ട് ഒരു അനക്കം കിട്ടിയുണ്ടെങ്കിൽ ഞാൻ ക്യാമറയൊക്കെ ഓണാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ വന്ന പാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ നഴ്സറിയിൽ നിന്ന് ആരൊക്കെ വന്ന് ആരൊക്കെ വന്നില്ല, പിന്നെ നഴ്സറിയിലെ വിശേഷങ്ങൾ പറഞ്ഞു തരിക എന്നുള്ളതൊക്കെയാണ് ആദ്യത്തെ അവളെ ജോലി. ഇതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിശേഷങ്ങളെല്ലാം പറഞ്ഞു തീർന്നു. ഇന്നലെ സ്ലേറ്റ് കൊണ്ടുപോയിട്ട് ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറെ ഇന്ന് പഠിക്കാൻ ഞാൻ സ്ലേറ്റ് കൊണ്ടുവന്നില്ല. അപ്പോൾ ടീച്ചർ അവളെ വഴക്ക് പറഞ്ഞു. ചില പിള്ളേരാണെങ്കിൽ വഴക്ക് കേട്ടാൽ കൂടി ആ സ്ലേറ്റ് അങ്ങ് എടുത്ത് കയ്യിൽ കൊടുക്കും. എന്നിട്ട് അത് അങ്ങനെ തന്നെ വെച്ചിരുന്നു. ടീച്ചർ നോക്കിയിട്ടില്ലായിരുന്നു ബാഗിൽ. അങ്ങനെ തിരിച്ച് ഇവിടെ വീട്ടിൽ വന്നതിന് ശേഷം ടീച്ചർ എനിക്ക് രാത്രി മെസ്സേജ് ഇടുകയാണ്, നാളെ മറക്കാതെ സ്ലേറ്റ് കൊടുത്തു വിടണമെന്ന്. അങ്ങനെ അതിൻ്റെ കഥയൊക്കെയാണ് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് നടക്കാനും പറക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഞാൻ അതിൻ്റെ പിറകെ തന്നെ ആയി. ഞാൻ ഈ സമയം ഒതുക്കിയിടണു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയാണോ ഒതുക്കി ഇടുമ്പേ കിടന്നത് അതുപോലെ തന്നെ വീണ്ടും കിടക്കും. പിന്നെ അടുത്ത് നമ്മൾ നേരെ കോട്ട് കൊണ്ടുവന്നില്ലായിരുന്നു. 2 ദിവസം മുമ്പേ മഴയായിട്ട് ഇട്ടുകൊണ്ട് പോയിട്ട് അവിടെ ഉണങ്ങാൻ ഊരിയിട്ടിട്ട് പിന്നെ അത് എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇന്ന് കോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് ആദ്യമേ ഞാൻ നോക്കി. പിന്നെ ഹോംവർക്കൊക്കെ ഉണ്ടാകുന്ന ചെക്ക് ചെയ്ത്. അപ്പോൾ ഹോംവർക്കൊക്കെ ഉണ്ട്. ഈ ഹോംവർക്കൊക്കെ ഉള്ളപ്പോഴാണ് എനിക്കെൻ്റെ തലയ്ക്ക് പ്രാന്തളവി ഞാൻ വട്ടായി ഞാൻ എന്തായി തീർന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ ഞാൻ ഇരിക്കണത്. ഞാൻ മാത്രമല്ല, ഓൾമോസ്റ്റ് എന്നെ പോലെ കുറേ അമ്മമാർ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ ബാഗിൻ്റെ അകത്തു നിന്ന് പുറത്തോട്ടെടുത്ത സാധനങ്ങളെല്ലാം ബാഗിൻ്റെ പുറത്തു നിന്ന് അകത്തോട്ടെടുത്ത് വെക്കാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മേശപ്പുറമൊക്കെ ഒതുക്കിയിടാനുണ്ടായിരുന്നു. എത്ര ഒതുക്കിയിട്ടാലും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ഇതേ ഗതി തന്നെ ആവും. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഒന്ന് ഒതുക്കിയിടുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിന് അത് വലിയൊരു സന്തോഷമാണ്. അപ്പോൾ അത് പിന്നെ ചില സമയം വട്ടുപിടിച്ചിരിക്കുമ്പോഴത്തേക്കും ഒന്നും ചെയ്യാൻ എനിക്ക് തോന്നില്ല. ഇങ്ങനെ നിരത്തി വാരി ഇടണോണ്ട് പിന്നെ ഇന്ന് ചെയ്ത് വെക്കാമെന്നങ്ങ് വിചാരിച്ചു. അങ്ങനെ ഒതുക്കി പറക്കിയൊക്കെ ഇട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ലുട്ടുക്കുട്ടൻ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ എടുത്തും കൊണ്ട് അടുക്കളയിലോട്ട് വന്നപ്പോഴാണ് അത് ഒരു ടിന്നി ജാമും ഒരു ബ്രെഡിൽ തേച്ച് കഴിച്ചുകൊണ്ടിരിക്കണം കൃതു. പിന്നെ അതിന് ഞാൻ വഴക്കൊക്കെ പറഞ്ഞ്, അയ്യോ എനിക്ക് തരൂ കൃതു, ലുട്ടുവിന് ശാലം കൊടുക്കോ കൃതു എന്നൊക്കെ ചോദിച്ച് തേച്ചങ്ങ് മിനിക്ക് വെച്ചിരിക്കുകയാണ്. ആ ടിന്നി ജാമ് അവൾ തീർത്ത് കളഞ്ഞു. എനിക്ക് ഇത്രയും തന്നോളൂ, ഇത്തിരി പോലെ തന്നിട്ട് അമ്മ അതിൽ തോണ്ടി തിന്നോളാം, ഞാൻ ഇതിൽ എവിടെ നോക്കി തിന്നാനാണ്. പിന്നെ ഞാൻ അത് കളഞ്ഞൊന്നുമില്ല, അതിൽ തോണ്ടി എങ്ങനെയൊക്കെ കിട്ടിയുള്ളൂ. അത് ചോണം പോലെ എന്ന് പറഞ്ഞ് അത് വടിച്ചങ്ങെടുത്ത്. അങ്ങനെ വെയിൽ എൻ്റെ അടുത്ത് കനിയാത്തോണ്ട് ഞാൻ തുണികളെല്ലാം മുറിയിലുള്ള ആശയിൽ കൊണ്ടുവന്ന് അങ്ങ് തള്ളയാണ്, എല്ലാം വിരിച്ചങ്ങിട്ട്. ലുട്ടുകുട്ടനെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി അങ്ങ് കൊടുക്കുകയാണ്. ഇന്നെന്തോ ആശം ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നീട് കരയാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതങ്ങനെയാണ്, ഓരോ സമയം ഓരോ മൂഡാണ്. ആ മൂഡ് അനുസരിച്ച് വേണം നമ്മൾ അവൻ്റെ അടുത്ത് പെരുമാറാൻ. പിന്നെ ഇവനെക്കുറിച്ച് പറയണമെങ്കിൽ ഇവ അത്ര വലിയ ശല്യക്കാരനൊന്നും അല്ല. അത്ര വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കാറില്ല. നിർബന്ധം, കരച്ചിൽ അങ്ങനെയൊന്നും. പിന്നെ ചില സാഹചര്യങ്ങൾ ചേച്ചി കൂടെ ഉള്ളപ്പോൾ മാത്രമാണ് കുട്ടി കൂടുതലും കരയാറുള്ളത്. അത് അവൾ ഉപദ്രവിച്ച് കരയണതല്ല, കളിച്ച് കരയണതാണ്. ഇന്നതാ ഇവിടെ ഇരുന്നു കൊണ്ട് അവൻ്റെ ഒരു ഉമ്മ വാങ്ങിക്കാനുള്ള തന്ത്രപ്പാടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കാണിച്ചു വിട്ടണം. അല്ലാത്ത സമയം അമ്മ ഉമ്മ അമ്മ ഉമ്മ അമ്മ ഉമ്മ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുട്ടി ഇന്ന് ഞാൻ ഒരു 50 വട്ടം കെഞ്ചിട്ട് പോലും അവൻ എനിക്ക് ഒരു ഉമ്മ പോലും തന്നില്ല. അവസാനം അവന് ഗതിയായിട്ടാണ് ഒരു ഉമ്മ വന്നത്. പിന്നെ അതും കഴിഞ്ഞ് കൃതുവിനെ കുളിക്കാനും കയറ്റിയിട്ട് ഞാൻ നേരെ തൂത്ത് വരാൻ വേണ്ടി പോയി. ചെറുതായിട്ടൊന്ന് തൂത്ത് വാരിയൊക്കെ ഇടാമെന്ന് വിചാരിച്ച്. അപ്പോഴത്തേക്കും കൃതു കുളിയും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി പിന്നെ അവളെ ഒരിക്കൽ വിടണം. ഒരുക്കം വലിയ ഒന്നുമില്ല, പൗഡർ ഇടുക, ഒരു പൊട്ടിടുക, മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം ചീപ്പിട്ട് കോതി വാരിക്കെട്ടി വെക്കുക. പിന്നെ നെറ്റിയിൽ പൊട്ടിട്ടതിന് ശേഷം നിങ്ങളടുത്ത് വന്ന് ചോദിക്കുകയാണ് കേട്ടോ ഇങ്ങനെ. എനിക്ക് തന്നെ കേട്ടപ്പോൾ ചിരി വന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ശകലം വെയിൽ എൻ്റെ അടുത്ത് കനിങ്ങി വന്നു. അങ്ങനെ വലിയ വലിയ തുണികളൊക്കെ കൊണ്ടുപോയി വിരിച്ചുറക്കിയിട്ട് പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് മുറിയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടൻ ഇത്രയും റംബൂട്ടാനും കൊണ്ടുവന്നു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, പഴുക്കാത്തത് കൊണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പഴുത്തത് നോക്കി കിണ്ടി പറിക്കാൻ കൊണ്ട് തിന്നായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് നേരത്തെ നമുക്ക് ഹോംവർക്കൊക്കെ എഴുതി തീർക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കൃതുവും കൂടെ അങ്ങ് ഇരിക്കുകയാണ്. ലുട്ടിക്കുട്ടൻ പാവം അവന് നമ്മളെ കൂടെ വന്ന് അങ്ങ് ഇരിക്കുകയാണ്. ഇതങ്ങോട്ടോടും ഇങ്ങോട്ടോടും പിന്നെ അവളെ എറേസർ എടുത്ത് വായിക്കകത്ത് വെച്ചും കൊണ്ടിരിക്കും, പെൻസിൽ പിടിച്ചു വാങ്ങും. കൊണ്ടണി കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ വന്നിരിക്കുന്നത്. ആദ്യമൊക്കെ ഞാനാണ് കൃതുവിൻ്റെ കൈ പിടിച്ച് എഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പം 1 2 3 അതായത് മാത്സും
ഇംഗ്ലീഷ് ഞാൻ ചില സമയം ഞാൻ കൈപിടിച്ച് എഴുതി കൊടുക്കും, ചില സമയം അവളുടെ അടുത്ത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. എനിക്ക് വട്ട് വരുവാണെങ്കിൽ ഞാൻ തന്നെ പിന്നെ കൈപിടിച്ച് അങ്ങ് എഴുതി കൊടുക്കും. പിന്നെ മലയാളവും മാത്സും മാത്രം അവൾ സ്വന്തമായിട്ടിരുന്ന് ചെയ്യും, 2 ലൈനും മാത്സിൻ്റെ നോട്ടും. പിന്നെ ഇടയ്ക്ക് തല്ലുട്ടുകുട്ടി എവിടെന്നോ ഒരു കാർഡൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഫോണാണെന്ന് പറഞ്ഞിരുന്ന് ഹലോ ഹലോ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃതു എഴുതണത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ നോക്കി കാണിച്ചു കൊടുക്കുകയാണ്. ആദ്യം തന്നെ മലയാളമാണ് എഴുതിയെടുത്ത് കയ്യിൽ കൊടുത്തത്. അപ്പം എന്താ അങ്ങനെ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുന്നത് ഞാനും ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്കും പെൻസിലിൻ്റെ മൊന ഒടിഞ്ഞു പോകും, പിന്നെ അത് ഞാൻ സെറ്റായി കൊടുക്കും. അപ്പോൾ ഇതോടെ ഞങ്ങൾ ഈവനിങ് വ്ളോഗ് തീരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.